മലപ്പുറം ഇടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതകത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ അബ്ദുൽ അസീസ് കാര്യോട്ട്. ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഫോണിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചാണെങ്കിലും റിദാന്റെ കൊലപാതകത്തിലെ ദുരൂഹത അകറ്റണമെന്ന് അബ്ദുൽ അസീസ് മീഡിയ വണിനോട് പറഞ്ഞു. PV അൻവർ MLA റിദാൻ ഫാസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഇത് സജീവ ചർച്ചയാകുകയാണ്. അന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന SI ആയിരുന്ന അബ്ദുൽ അസീസാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബം ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കുടുംബം പറയുന്ന സംശയങ്ങൾ എല്ലാവർക്കും തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ സർവീസിലില്ല, അപ്പോൾ അന്നത്തെ കാര്യങ്ങളും ഇപ്പം ഈ കുടുംബം പറയുന്ന കാര്യങ്ങളും വെച്ച് എന്താ പറയണത്? തീർച്ചയായിട്ടും കുടുംബത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടണം. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം 100% മാറ്റിയെടുക്കുകയും വേണം. അതിന് ഏത് ഏജൻസി അന്വേഷിക്കണമെങ്കിലും ഇന്ന് നിലവിലുണ്ടല്ലോ. ഇന്നത്തെ അവസ്ഥയിൽ നീതിന്യായ അവസ്ഥയിലാണ് ജനങ്ങൾക്കുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ സംശയങ്ങൾ മാറാനുള്ള ഏതുവിധ അന്വേഷണം വേണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ സംശയം ദൂരീകരിക്കപ്പെടുക തന്നെ വേണം. അതിന് ആ കുടുംബത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസുകൾക്ക് പോകുന്നില്ല, പക്ഷെ അതിൽ ഒരു തോക്ക് കിട്ടുന്നു. ഒന്ന് ഷാൻ എന്ന ഒറ്റപ്രതിയാണ്. ആ ഷാൻ എന്ന ഒറ്റപ്രതി കൊണ്ട് ആ ഒറ്റപ്രതി മാത്രമല്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ? അന്വേഷണത്തിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിലമ്പൂർ DYSP ഓഫീസിൽ കേന്ദ്രീകരിച്ചിട്ട് അന്നത്തെ SP ആയിരുന്ന സുജിത സാറിൻ്റെ കീഴിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. 18 പേരടങ്ങുന്ന അന്വേഷണ സംഘം ഇതിലുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഇടവണ്ണ സ്റ്റേഷനിൽ SI ആയതുകൊണ്ട് ഞാനും സ്റ്റേഷനിലെ മറ്റു 3-4 പേരും ആ സംഘത്തിലുണ്ടായിരുന്നു. ആ കേസ് ചുരുളഴിക്കാൻ കുറേ സമയം പണിയെടുത്തിട്ടുണ്ട്. ആ തോക്ക് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരമായിരുന്നു സംഭവം നടന്നിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഖുർഷിദ് ആലം ഖാൻ എന്ന് പറയുന്ന UP കാരൻ്റെ അടുത്ത് തോക്ക് വാങ്ങിച്ചതും ആ തോക്ക് അവനും വെടിവെക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തതും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലാകെ ഇനി മനസ്സിലാവാനുള്ളത്, എൻ്റെ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ, റിദാൻ ബാസിലിൻ്റെ ഒരു iPhone അന്ന് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ആ iPhone ഈ പറയുന്ന പ്രതി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ ചെയ്യുന്ന ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ആ ഫോൺ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ മൊബൈൽ ഫോൺ ഇടവണ്ണ പാലത്തിൻ്റെ മുകളിൽ താഴത്തേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം നമ്മൾ ആ ഫോൺ അന്വേഷിക്കാൻ വേണ്ടി പല രൂപത്തിലും അന്വേഷണം നടത്തിയിരുന്നു. ആ ഫോൺ മാത്രം കിട്ടിയിട്ടില്ല. പക്ഷേ ആ വെടിവെക്കാൻ ഉപയോഗിച്ച് തോക്കൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊബൈൽ ഫോൺ കാര്യത്തിൽ ഇതുവരെ നമുക്കതിൽ നിർത്താൻ പറ്റിയിട്ടില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതിലെന്തെങ്കിലും കാര്യങ്ങൾ അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു പക്ഷേ സംശയമാണ്. കുടുംബത്തിനും ആ കാര്യത്തിൽ സംശയം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും അത് വെളിവാകുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ ആ തോക്കിനേക്കാൾ അന്വേഷണ സംഘത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ആ ഫോൺ ആയിരിക്കും. അത് കിട്ടിയിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല. ആയിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് പല പരീക്ഷണം നടത്തിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അറിയില്ല. പലപ്പോഴും പല സംഭാഷണം എനിക്ക് മനസ്സിലായത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിലൊരു പക്ഷേ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം എന്ന് തന്നെയാണ്. ഈ ഇപ്പോൾ റിദാൻ ഫാസിൽ ഒരു യുവാവാണ്, ഈ പ്രതിയായ ഷാനും യുവാവാണ്. സ്വാഭാവികമായിട്ടും ഒരു മൽപ്പിടുത്തത്തിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ആ നിർത്തി കുറച്ച് സമയം കഴിഞ്ഞ് വെടിവെച്ച അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നുള്ളൊരു സംശയം അങ്ങനെയുണ്ടോ? കൂടുതൽ ആൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. ആ നിമിഷം വരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി നിന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ സംശയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഷാൻ എന്ന് പറയുന്ന ആൾ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്ലാനോട് കൂടിയിട്ട് ഒരാൾ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊരാളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തത് എന്നുള്ള കാര്യം റെക്കോർഡ് ചെയ്തു നമുക്ക് തന്നെ പറയുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ആ മൊഴിക്കൊന്നും നമുക്ക് തെളിവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഈ ഷാൻ ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്ന വളരെ ചെറിയൊരു കാര്യമാണ്, ഒരു വൈരാഗ്യമാണ്. അത് മാത്രമായിരിക്കും അതോ ഈ സ്വർണ്ണക്കടത്ത് ആയിട്ട് ഈ കൊല്ലപ്പെട്ട വ്യക്തിക്കും മറ്റേ ആൾക്കും ഒക്കെ ബന്ധമുണ്ട്? അതിലേക്ക് അന്വേഷണം പോയിരുന്നോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് SP സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് നടത്തിയിരുന്നത്. നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ അന്വേഷണം തെളിവിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മളത് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര ഡീപ്പ് ആഴത്തിലായിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ പോയിട്ടില്ല. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ
ഈ പറഞ്ഞ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേര് വഴിച്ചയക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, അവനാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിന് മാറിയിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോയിട്ടില്ല. നമ്മളോട് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു SI എന്നുള്ള നിലക്ക് തെളിവുകൾ ആവശ്യപ്പെടാൻ എന്നെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അവരെ വിളിക്കാനും അവരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കാനും മാത്രമാണ് പോയിരിക്കുന്നത്. പിന്നെ സ്വർണ്ണക്കടത്ത്